വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുള്ളത് നമ്മുടെ ഹോണ്ട എമേസ് ആണ്. ഈ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറയാം. നമ്മുടെ എമേസ് ഇപ്പോൾ ഒരു 25,000 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചായിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 20,000 കിലോമീറ്റർ അടുപ്പിച്ച് ആദ്യത്തെ വർഷം കൊണ്ട് ഓടിയതാണ്. പക്ഷേ നമ്മുടെ 800 കിട്ടിയതിന് ശേഷം ഇത് ഞാൻ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് 800 തന്നെയാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്ന് നമ്മൾ ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റിസർവ് ടു റിസർവ് ലെവൽസ് വെച്ചിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MIDയിൽ ഫ്യൂവൽ റിസർവ് ആകുമ്പോൾ ഒരു യെല്ലോ വാർണിംഗ് ലൈറ്റ് കാണിക്കും. സോ ആ ഒരു ലെവലാകുമ്പോൾ നമ്മൾ ട്രിപ്പ് മീറ്റർ 0 ആക്കും. എന്നിട്ടൊരു സ്പെസിഫിക് എമൗണ്ട് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്. MIDയിൽ കാണുന്ന പോലെ ഫ്യൂവൽ ഗേജിൽ 2 ബാസാണ് ഇപ്പോൾ ലെവൽ കാണിക്കുന്നത്. ഫ്യൂവൽ ഗേജിൽ 2 ബാസ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഓടുമ്പോഴേക്കും നമുക്ക് റിസർവ് വാർണിംഗ് ലൈറ്റ് കത്തും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, സോ വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് 0 ആക്കിയിട്ട് അടുത്ത പമ്പിൽ പോയിട്ട് റീഫിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഫ്യൂവൽ അടിച്ചതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ 5 ലിറ്റർ പെട്രോളാണ് ഫിൽ ചെയ്തത്. ഗേജിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 5 ബാസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. റിസർവിൽ 2 ബാസ് ആയിരുന്നു ഉള്ളത്. ഈ ഒരു രീതിയിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 5 ലിറ്റർ എങ്കിലും അടിച്ചിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സാധാരണ ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ ആയിരിക്കും എപ്പോഴും റീഫിൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ജേർണി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എപ്പോഴത്തെയും പോലെ നമ്മൾ ആലപ്പി സൈഡിലോട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇന്ന് നമ്മൾ ഫുൾ AC ഇട്ടുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ 800ൻ്റെ മൈലേജ് ടെസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. 800ൽ നമ്മൾ AC ഓഫാക്കിയിട്ടായിരുന്നു മൈലേജ് ചെക്ക് ചെയ്ത് നോക്കിയത്. അതിൻ്റെ റീസണും ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ 800 ഒരു 20 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ AC കംപ്രസറിൻ്റെ എഫിഷ്യൻസിയെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതും കൊണ്ടായിരുന്നു AC ഓഫാക്കിയിട്ട് അന്ന് മൈലേജ് ചെക്ക് ചെയ്തത്. കാരണം കംപ്രസറിനോ കണ്ടൻസറിനോ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈലേജിനെ നേരെ പകുതിയായിട്ട് കുറയ്ക്കും. പക്ഷേ ഇത് വലിയ പഴക്കമില്ലാത്ത വണ്ടി ആയതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഇത് ACയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ 800ൽ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്തത് ഫുൾ ടാങ്ക് അടിച്ചിട്ടായിരുന്നു. അതിലങ്ങനെ റിസർവ് വാർണിംഗ് ലൈറ്റ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്യുറസി കിട്ടുന്നത് ടാങ്ക് ടു ടാങ്ക് മെത്തേഡ് വെച്ചിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ എമേസിൽ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് അടിച്ച് ചെക്ക് ചെയ്യുന്നത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ടോട്ടലി ഹൈവേയിൽ തന്നെയാണ്, ഒരുപാട് സ്റ്റോപ്സും ഇല്ല. സോ ഹൈവേസിൽ ഇങ്ങനത്തെ ഒരു ട്രാഫിക് കണ്ടീഷനിൽ എൻ്റെ ഒരു ഡ്രൈവിംഗ് പാറ്റേണിൽ കിട്ടുന്ന എക്സാക്ട് മൈലേജ് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഹോണ്ട എമേസിന് ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18.6 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ്. എന്തായാലും റിയൽ വേൾഡ് യൂസേജിൽ എത്ര മൈലേജ് കിട്ടുമെന്നുള്ളത് നമുക്ക് കുറച്ച് നേരത്തിനുള്ളിൽ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റിസർവ് ടു റിസർവ് മെത്തേഡിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ലിറ്ററെങ്കിലും ഫില്ല് ചെയ്ത് തന്നെ ചെക്ക് ചെയ്യുക. കാരണം അതിലും കുറവ് നമ്മൾ ഫില്ല് ചെയ്താൽ ഗേജിൽ ചിലപ്പോൾ അങ്ങനെ കാണിക്കാറില്ല. പല പ്രാവശ്യം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
സോ അത് നോട്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ലിറ്റേഴ്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു മെത്തേഡിലും ചിലപ്പോൾ ചെറിയ ഡിഫറൻസസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ട്രാഫിക് കണ്ടീഷൻസിലുള്ള മാറ്റങ്ങളും പിന്നെ ഒരുപാട് സ്റ്റോപ്സൊക്കെ ഉള്ള ട്രിപ്സിലൊക്കെ ആണെങ്കിൽ ഒത്തിരി അല്ലെങ്കിലും ചെറിയൊരു ഡിഫറൻസ് വരും. സ്പീഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനൊരു 70 to 80 റേഞ്ചാണ് എപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത്. ഇടയ്ക്കത് 90 ആകാറുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം 70 to 80 തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു 41 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട്. ഫ്യൂവൽ ഗേജിൽ 1 ബാർ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബാർസ് കൂടി കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഫ്യൂവൽ ഗേജിൽ ഇപ്പോൾ 2 ബാർസ് ആയിട്ടുണ്ട്. ഇനി എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ റിസർവ് വാർണിംഗ് ലൈറ്റ് കത്താം. ഇതുവരെ വാർണിംഗ് ലൈറ്റ്സ് വന്നിട്ടില്ല. നമുക്ക് എന്തായാലും നിർത്തുമ്പോൾ കിലോമീറ്റേഴ്സൊക്കെ നോക്കാം. സാധാരണ ലാസ്റ്റ് 2 ബാർസൊക്കെ ആകുമ്പോൾ വലിയ ദൂരം ഓടാതെ തന്നെ വാർണിംഗ് ലൈറ്റ് കത്താറുണ്ട്. പക്ഷേ ഇന്ന് ഞാനത് നോക്കിയിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് വരാത്തത്. ഞാൻ വീഡിയോയുടെ സ്പീഡ് കുറച്ച് കൂട്ടാം, അതേ ഒരു വഴിയുള്ളൂ. ഓക്കെ, സോ ഫൈനലി നമ്മുടെ റിസർവ് വാർണിംഗ് ലൈറ്റ്സ് കത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല. കുറച്ചുകൂടി മുന്നിലോട്ട് പോയിട്ട് നമുക്ക് വണ്ടി നിർത്താം. അപ്പോൾ നമ്മുടെ മൈലേജ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ MIDയിൽ ഇപ്പോൾ കാണിക്കുന്ന ആവറേജ് 16.6 കിലോമീറ്റേഴ്സ് ആണ്. ട്രിപ്പിൽ 78 കിലോമീറ്റേഴ്സുമാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാനുള്ളത് ലൈറ്റ് കത്തിയപ്പോഴുള്ള റീഡിംഗ് ആണ്. അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാണുന്ന പോലെ കറക്റ്റ് ഒരു 77 കിലോമീറ്റർ ആയപ്പോഴാണ് റിസർവ് വാർണിംഗ് ലൈറ്റ് കത്തിയത്. അതായത് 5 ലിറ്റർ പെട്രോളിന് 77 കിലോമീറ്റർ ആണ് നമ്മളുടെ എമീസ് ഓടിയത്. സോ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള മൈലേജ് ഒന്ന് നോക്കാം. അതിന് നമുക്ക് ഈ കിട്ടിയ 77 കിലോമീറ്ററിനെ നമ്മൾ ഫില്ല് ചെയ്ത 5 ലിറ്റേഴ്സായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് 15.4 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ. അപ്പോൾ നമ്മുടെ റിയൽ വേൾഡ് യൂസേജിലുള്ള മൈലേജ് ഇതാണ്. എൻ്റെ ഒരു വേ ഓഫ് ഡ്രൈവിങ്ങിൽ എനിക്ക് ഈ ഒരു റേഞ്ചിലാണ് എപ്പോഴും മൈലേജ് കിട്ടാറുള്ളത്. ഒരു 16 to 17 വരെയൊക്കെ ഡിസ്റ്റൻസ് അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് എനിക്ക് കിട്ടാറുള്ളത്. പക്ഷേ MIDയിൽ നമ്മുടെ ആവറേജ് കാണിച്ചിരുന്നത് 16.6 കിലോമീറ്റേഴ്സ് ആണ്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. കാരണം കുറച്ച് പേരൊക്കെ ആവറേജ് കാണിക്കുന്നതാണ് എക്സാക്ട് മൈലേജ് എന്ന് കരുതുന്നവരുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഒരാളോട് എമീസിൻ്റെ മൈലേജിൻ്റെ കാര്യം തിരക്കിയപ്പോൾ 21 കിട്ടുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ചോദിച്ചു വന്നപ്പോഴാണ് നമ്മുടെ MIDയിലെ ആവറേജ് കാണിക്കുന്ന കാര്യമാണ് പുള്ളി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ MIDയിൽ കാണിക്കുന്ന ആവറേജ് മൈലേജ് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കാണിക്കുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചും അതല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടും റോഡിലുള്ള ട്രാഫിക്കിൻ്റെ കണ്ടീഷൻസും നമ്മൾ എടുക്കുന്ന സ്റ്റോപ്സും ഫ്യൂവലൊക്കെ സ്പ്രേ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മളുടെ മീറ്ററിൽ കാണിക്കുന്ന ആവറേജ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ ആയിരിക്കും.
അതുകൊണ്ട് ആവറേജിൽ കാണിക്കുന്ന ഫിഗേഴ്സും നിങ്ങളുടെ ഓരോ കിലോമീറ്റേഴ്സ് നോക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗേഴ്സിനും വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്പെസിഫിക് ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ രീതി അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് മീറ്ററിലുള്ള ആവറേജ് കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് കിട്ടുന്നത് എന്നറിയിക്കുന്നത് മാത്രം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു മൈലേജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ടാങ്ക് ടു ടാങ്ക് പെട്രോൾ ഫില്ല് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത മെത്തേഡിൽ നിന്നും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് കമ്പയറും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കാറുമായിട്ട് കാണാം. Until then, signing off from this channel. Bye.